ഹലോ, നമസ്കാരം ഗായ്സ്. കുക്കമ്പറെല്ലാം വള്ളി വീശി തുടങ്ങി, പന്തലുമ്മിൽ കയറൽ തുടങ്ങി. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതിൻ്റെ പന്തൽ കയറുന്നതിൻ്റെ മുന്നിൽ വരുന്ന ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിന് കുറച്ച് വൈകിപ്പോയി, ഇതിൻ്റെ മുന്നിൽ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൂമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കാം. കാരണം പന്തലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ശിഖരങ്ങളുണ്ടായ പ്രശ്നം. പക്ഷേ ശിഖരങ്ങൾ അടിയിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ മെയിൻ തണ്ടിന് വലിയ വളർച്ച കമ്മിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ തൽക്കാലം അതിൻ്റെ തൂമ്പ് നുള്ളി കൊടുക്കുക ചെയ്യണം. കാരണം വെയിലായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യൽ ശരിയല്ല. അപ്പോൾ മെയിൻ ബ്രാഞ്ചിന് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് തൂമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കാം. അപ്പോൾ ഈ പന്തലിൽ കയറിയാൽ മാത്രമേ നമ്മൾ ശിഖരങ്ങൾ നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ താഴത്തൊക്കെ ഇല്ല ഫുള്ള് ശിഖരം കട്ട് ചെയ്ത് ചെറുതാകുമ്പോൾ തന്നെ കട്ട് ചെയ്ത് നുള്ളിക്കളയണം. ഞാൻ കരുതി ഇപ്പോൾ തന്നെ നുള്ളിക്കളയാമെന്ന് കരുതി. അങ്ങനെ ഏകദേശം നുള്ളിക്കളയാം. ഏകദേശം ഫ്ലവറായി തുടങ്ങി. പന്തൽമക്ക് കയറി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലവർ ആൺപൂവ് വിരിയൽ തുടങ്ങി. ഇനിയിപ്പം ആൺപൂവാണ് ഫസ്റ്റ് വിരിയ കുക്കമ്പർമേ. പിന്നെയാണ് പെൺപൂവ് ഉണ്ടാവുക. ആൺപൂവ് വിരിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ്, ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പെൺപൂവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ ബ്രാഞ്ച് നല്ല സ്പീഡിലേക്കാണ് വളർച്ച. ദിവസം നല്ല വളർച്ച കിട്ടും. അല്ലെങ്കിൽ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ വലിയ വളർച്ച കമ്മിയായിരിക്കും. അപ്പോൾ പന്തലുമേ കയറിയാൽ പിന്നെ നമ്മൾ ബ്രാഞ്ചുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിന്മേൽ കായ്ഫലം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഓക്കെ, ഏകദേശം നല്ല ഉഷാറായിട്ട് ഓരോ മുരടാണ് ഞാൻ ഓരോ തടത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 4ഉം 5ഉം ശിഖരങ്ങളാണ് ഓരോരോ ബ്രാഞ്ചിൽ നിന്ന് വന്നത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തൂമ്പ് നുള്ളി കൊടുക്കുക. ഇതിന് മുന്നേ കട്ട് ചെയ്യേണ്ടി, പക്ഷേ എനിക്ക് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ നമ്മൾ എല്ലാതും നുള്ളി കൊടുക്കുക. അപ്പോൾ അത് സ്റ്റോപ്പായും മെയിൻ ബ്രാഞ്ച് നന്ന ഉഷാറായിട്ട് വളർന്നോളും. കുക്കമ്പർ ഇത് സ്നോ വൈറ്റും പിന്നെ സാധാ സാധാ കുക്കമ്പറുമാണ്. ഇതിപ്പോൾ സ്നോ വൈറ്റാണ് ഇതിൽ കൂടുതൽ തോന്നുന്നത്. ഇനിയിപ്പോൾ കായ്ച്ചാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതാണ് കൂടുതൽ ഏതാണ്.